അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു റൈഫിൾ ഗെയിമിംഗ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് വീണ്ടും കളിക്കാൻ പോവാണ് ഗ്രാനി ചാപ്റ്റർ 1. നമ്മൾ ഗ്രാനി ചാപ്റ്റർ 1 കളിച്ച് മടുത്ത്. എന്നാലും നമ്മൾ കളിക്കും. എന്താണെന്ന് വെച്ചാൽ ജയിക്കാതെ മടുക്കൂല. എന്നാലും ഞാൻ മടുത്തെന്ന് പറഞ്ഞത് പെട്ടെന്ന് വായി വന്നുകൊണ്ടാണ് ഗൈസ്. ഈ ഗെയിം മടുക്കാൻ തോന്നൂല ഗൈസ്. ഇത്തവണ ഗ്രാനി എന്തായാലും നമ്മൾ ബീറ്റ് ചെയ്തേ പറ്റുള്ളൂ, അതാണ് മര്യാദ. പക്ഷെ എനിക്ക് ബീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൊണ്ടാണ് സോറി. പക്ഷെ ഇത്തവണ ഞാൻ ബീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഗ്രാനിനെ ഇനി കുറച്ച് ഗെയിമും കൂടി കളിച്ചിട്ടേ കളിക്കുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു, 2 കമൻറ്റ്. അപ്പം എല്ലാവരും അതേപോലെ ഇങ്ങനെ കമൻ്റൊക്കെ ചെയ്യുക ഗൈസ്, നല്ലതല്ലേ ഇത്. അപ്പം എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമിനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക. ഇപ്പം എന്തരാണ് പിഗ്മാൻ്റെ ഏതായാലും ഗെയിം അതിലൊക്കെ ഞാൻ തോറ്റുകൊണ്ടിരിക്കുക. എനിക്കതൊന്ന് എസ്കേപ്പ് ആവാനേ അറിഞ്ഞില്ല. നമ്പർ 1 ഗൈസ് കോഡ്. നമുക്ക് ഏത് എസ്കേപ്പാണ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യും. അടയ്ക്കുക, നേരെ താഴോട്ടും, എന്നിട്ട് ഇതങ്ങോട്ട് തട്ടിയിടും, എന്നിട്ട് അപ്പോൾ നമ്മൾ 2 ജോലി ഇങ്ങോട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ നേരെ അപ്പോൾ ഗൈസ് ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരെയായിരിക്കും. അപ്പം നമ്മൾ നേരെ നമുക്ക് ഇവിടെ ഇത് ഇരിക്കുകയാണ് ഗൈസ്. എന്തരിയാ, നമ്മൾ നേരെ ഇതെടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ 25 ലൈക്സാണ്. പിന്നെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഏകദേശം 40 സബ്സ്ക്രൈബറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പെട്ടെന്ന് ഇനി ഒരു 6 സബ്സ്ക്രൈബർ കൂടി മതി നമുക്ക് 40 സബ്സ്ക്രൈബറാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടങ്ങ് എടുക്കാം. ഹാമർ കിട്ടി. നമ്മൾ മറ്റേ ഗ്ലിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഏതാണ് നമ്മളെ ഗ്ലിച്ച്. നിങ്ങൾ പുതിയതായിട്ട് വന്നതാണെങ്കിൽ നമ്മൾ മറ്റേ ഒരു പോട്ടുണ്ട്, അതെടുത്ത് നമ്മൾ മറ്റേ ആ തടിയുള്ള ഭാഗത്തെടുത്തിടും. ഗ്രാനി ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ താഴോട്ട് ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. ഞാൻ സൗണ്ട് ഉണ്ടാക്കിയില്ല അതുകൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോവാം ഗൈസ്. ഗൈസ് ഗ്രാനി ഇവിടോട്ട് പറയുന്നത് ശരിയാ. ഭയങ്കര സ്ലോ ആണ് ഗൈസ്. പക്ഷേ ഞാൻ എക്സ്ട്രീം ആൻഡ് ഹാർഡ് മോഡ് ഇടുന്നില്ല, നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഗൈസ്. ഞാനത് യൂട്യൂബിൽ ഇടാമെന്നും കൂടി വിചാരിച്ചതാ. പക്ഷേ ഗൈസ് ഒരു സാധനം പോലും അതിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ നമ്മൾ നേരെ ഹാമർ വെച്ച് തിളക്കാം. ഓക്കെ ഗൈസ്, നേരെ ഇതൊന്ന് തുറന്ന് നോക്കാം വല്ലതും കാണും. കട്ടിംഗ് പ്ലെയർ ഗൈസ്, നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ജോലി ഗൈസ്. ഇവിടെ എന്തരാണ് ഹാൻഡ് വീൽ. ഓക്കെ ഗൈസ്, എനിക്ക് ഈ ഹാൻഡ് വീലിൻ്റെ പണി ഇപ്പം എന്തരാണെന്നൊക്കെ അറിയാം. നമ്മൾ നേരെ ഇനി നമുക്ക് ഈ സാധനം ആവശ്യമുള്ള സ്ഥലമൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി ഗൈസ്. ഞാനൊരു പൊട്ടനായിരുന്നു, അതുകൊണ്ട് ഇത്രയും നാൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞുകൂടായിരുന്നു ഗൈസ്. നമ്മൾ ഈ ബുക്ക് എടുത്ത് താഴോട്ടില്ല, അവിടെ തന്നെയാണിത്, പക്ഷെ വേറെ സ്ഥലത്താണെന്നേ ഉള്ളൂ. ഞാൻ കുറേ ദിവസം പ്രാക്ടീസൊക്കെ ചെയ്തു. പിന്നെ ഓരോരുത്തരാണെങ്കിൽ നമ്മൾക്ക് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടായിരുന്നു കാർ എസ്കേപ്പിൻ്റെ എല്ലാ സാധനവും കിട്ടിയിട്ട് എന്താണ് കാർ എസ്കേപ്പ് ചെയ്യാത്തത്. ഗൈസ് നമ്മൾക്ക് കാർ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ പെഡലോക്കിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അത് നമുക്ക് കിട്ടിയില്ലായിരുന്നു. അതിന് കിട്ടിയെങ്കിൽ ഞാൻ മറന്നുപോയി അത് എവിടെയാണ് കിട്ടിയെന്ന് ഗൈസ്. അതായിരുന്നു അന്നത്തെ പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് ഞാൻ കാർ എസ്കേപ്പ് ചെയ്യാത്ത.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ കാർ എസ്കേപ്പ് ചെയ്തത്. നമ്മളിത് നേരെ വെച്ചിട്ട് നമുക്കിപ്പോൾ വെപ്പൺ കീ കിട്ടിയില്ലേ ഗൈസ്. നമുക്ക് വെപ്പൺസ് ഞാൻ ഫൈൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. നേരെ നമ്മളിവിടെ വയ്ക്കുക. ഗ്രാനിയൊക്കെ ഇപ്പം ഇങ്ങോട്ട് വരും. നമ്മൾ നേരെ ഗ്രാനി ഗ്രാനി വഴി കൂടെ മാറണില്ലല്ലോ. ഗ്രാനി ഒന്ന് മാറ ഗ്രാനി. ഓക്കെ ഗൈസ്, ഗ്രാനി മേളിൽ കൂടെ നമ്മൾ നടന്നങ്ങ് പോയി. ഇനി നമ്മൾ നേരെ ഇവിടെ ഓക്കെ ഗ്രാനി മറ്റേ കീ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് അവിടെ എന്തരാണെന്ന് നോക്കാം. നമുക്ക് വല്ലതും നല്ലത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്, വല്ലതും നല്ലത്. ഓക്കെ കാർ കീ ഗൈസ്, കാർ കീ. നമുക്ക് അവിടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. നേരെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു. ഇനി താഴെ ഫൈൻഡ് ചെയ്യാനുണ്ട്, പിന്നെ സ്പൈഡറിൻ്റെ സ്ഥലം, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നേരെ ഇവിടെ ഇതും കൂടി അങ്ങോട്ടേക്കാം ഗൈസ്. ഇതങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ തലയൊന്ന് വീഴാൻ പോയിക്കോളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത്തവണ നമ്മൾ എന്തായാലും ഒന്ന് ജയിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കും ഗൈസ്. തോക്കാൻ ശ്രമിക്കൂല. നമ്മൾ നേരത്തെയും തോക്കാനല്ല ശ്രമിച്ചത്. നേരെ നമ്മളിത് തുറക്കും, നേരെ താഴോട്ട് പോവാ ഗൈസ്. നമുക്ക് ഇത്തവണ എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 25 ലൈക്സ് ഒന്ന് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക ഗൈസ്. ഏത് ചാനലാണ്, ഏത് വീഡിയോ, നിങ്ങൾക്ക് ഏത് ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ഞങ്ങൾ കളിച്ചോളാം ഗൈസ്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് കമൻ്റൊക്കെ ചെയ്തതല്ലേ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് ആൻഡ് എവറിത്തിങ് അബൌട്ട്. പക്ഷേ PC ഗെയിംസിനെ കുറിച്ചൊന്നും എൻ്റെ അടുത്ത് പറയില്ല ഗൈസ്, ഫോൺ പ്ലെയറാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ ഇത്രയും നാളും മിസ് ചെയ്ത ഒരു സ്ഥലമാണ് ഇതല്ല ഗൈസ്. ഇവിടോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിവർ വയ്ക്കാനുണ്ട്. ഇവിടോട്ട് നമ്മൾ ഈ ലിവർ വയ്ക്കുമ്പോൾ എന്തരാ ഇവിടെ ആണ്ടേ ഇത് തുറക്കും. ഇത്രയും നാളായിട്ട് നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ന്യൂ സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ഗൈസ് ഇവിടെ നിന്ന് കിട്ടിയ ഇവിടെ നിന്ന് സത്യം പറയാനും ഒന്നും കിട്ടുകയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചുമ്മയാണ് രണ്ട് ബോക്സുകളൊക്കെ. ഇവിടെ നിന്ന് ഒന്നും നല്ലതായിട്ട് നമ്മൾ കിട്ടിയിട്ടില്ല ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ നേരെ ഇപ്പോഴത്തെ ഇവിടെ എന്തരാണ് ഗൈസ്? ഐ നീഡ് സം കൈൻഡ് ഓഫ് ലിവർ ഗൈസ്. എനിക്ക് എന്താണ് എന്തോ അതായിരിക്കും. എനിക്ക് നമ്മുടെ ഒരു കാര്യം എന്താ പറയണ്ട, അത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് അല്ലെന്നും എനിക്കറിയാം. ഇത്രയും ഇതിങ്ങനെയൊന്നും ഗ്രാനിയുടെ ഗെയിംസ് അത് ചെയ്യൂല. എന്തായാലും നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആയിട്ടുണ്ട്.
ഇത് നമുക്ക് ഒട്ടും ആവശ്യമില്ല. മീറ്റ് നമ്മൾ സ്പൈഡറിനെ അങ്ങ് അടിക്കണം, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അതാണ് നമ്മളെ പരിപാടി, എവറി ഡേയ്സ് പരിപാടി. എന്നിട്ട് നമ്മൾ ഇവിടെ എന്തരാണ് ഗൈസ്, ഒന്നുമില്ല, ഗ്യാസ് ഓയിലും കിട്ടി ഗൈസ്, കാറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷോട്ട് ഗൺ പാർട്ട് ആൻഡ് ഹാമർ നമുക്ക് ഇവിടെ ആവശ്യമുണ്ടാകുന്നുണ്ട്. ഹാമർ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരാം. ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയി ഹാമർ എടുത്തുകൊണ്ട് വരാം. ഗ്രാനി ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ പൊട്ടനാണ് ഗൈസ്, അല്ല ഗൈസ്. ഗൈസ് ഗ്രാനീനെ ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്കറിഞ്ഞൂടെ ഗ്രാനി എവിടെയാണെന്ന്. എന്നാലും ഗൈസ് നമ്മൾ ഗ്രാനീനെ മേളിൽ കൂടെ അടി വെച്ചിട്ട് സീൻ ഗൈസ് പൊളി. നമ്മൾ നേരെ ഗ്രാനീനെ മേളിൽ കൂടെ അടിച്ചിട്ട് ഗൈസ് നമുക്ക് നമ്പർ 1 ആണ് ഗൈസ്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ അടിക്കാത്തത്. അപ്പോൾ എനിക്കറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഇങ്ങോട്ടാണ് ഇനി പോവേണ്ടത്. എന്നിട്ട് ഹാമർ അടിച്ച് നോക്കണേ. എന്തരാണെന്ന് വെച്ചാൽ നമുക്ക് കാറിൻ്റെ ഐറ്റം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം നല്ലതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഒലിയും അങ്ങനെയൊക്കെ നമുക്ക് എൻജിൻ പാർട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ കാറിൻ്റെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഗ്രാനി എന്തായാലും കണ്ട് തരൂല. നമുക്ക് പെഡലോക്കി കഴിഞ്ഞാണ് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, എനിക്കറിയാം. ആ കമൻറ്റിൽ അയാൾ പറഞ്ഞിരുന്ന പെഡലോക്കിനെ കുറിച്ചാണ്. പെഡലോക്കി ഗൈസ് നമ്മളെ ഇല്ലായിരുന്നു, അതാണ് നമ്മൾ ആ സ്കിപ്പ് ചെയ്യാത്തത്. അതിനിടെ ക്രോസ് ബോ, നമ്മളെ ക്രോസ് ബോ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ഗൈസ് ഇത് നമ്മൾ അതിനിടെ ക്രോസ് ബോ. എന്തായാലും നമുക്കിനി ഇങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ തുറന്ന് നോക്കിയാണ്. ഇനി നമുക്ക് നേരെ ക്രോസ് ബോ എടുക്കാൻ പോകണം ഗൈസ്. ക്രോസ് ബോ നേരെ താരോട്ട് ഗൈസ്. നമുക്കിനി നേരെ മേളിലോട്ട് സ്പൈഡറിനെ നമുക്ക് താഴെ ഇങ്ങനെ സ്പൈഡറിനെ ട്രാപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. സ്പൈഡറിനെ ട്രാപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. സ്പൈഡർ പോയിട്ടു ബൂം, സ്പൈഡർ ട്രാപ്പ് ആയിട്ടുണ്ട് ഗൈസ്. റസ്റ്റി പാഡ്ലോക്കി നമുക്ക് ചെയിൻ കട്ടർ കിട്ടി, എല്ലാം കിട്ടി. റസ്റ്റി പാഡ്ലോക്കി നമുക്ക് എന്നാലും മറ്റേ ലിവർ, വിച്ച് കൈൻഡ് ഓഫ് ലിവർ വി വാണ്ട് ഇറ്റ്, ഐ ഡോണ്ട് നോ ദാറ്റ്, വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ നമുക്ക് നേരെ ഇതെടുത്തോണ്ട് ഇപ്പം നമുക്ക് നേരെ താഴാൻ കിട്ടില്ല. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു ടൈപ്പ് ലിവർ അങ്ങനെ എല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് പിന്നെ എനിക്കൊരു കാര്യമൊന്ന് നോക്കണം. അത് കറക്റ്റായി ഇപ്പം നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും ഗൈസ്. എനിക്കെന്താണെന്ന് അറിയില്ല, മനസ്സിലൊരു ഇത് അതാറ്റം. ഇനി നമുക്ക് ഇത് നമ്മൾ ചെയ്തിട്ടില്ലേ, ഇത് നമുക്ക് ഊരിയാറ്റം കൊടുക്കാൻ പറ്റുമോ ഗൈസ്? അത് ഇത് ഊരിയെടുത്തിട്ടേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിത് ഊരിയെടുത്തിട്ട് നമുക്കിത് ഇതാക്കാൻ പറ്റുമെന്നാണ്. ഇതെന്തിനാണ് ഗൈസ് ഇതാറ്റം? ഇനി നമ്മൾ ഫുൾ സംശയമാണ് ഗൈസ് ഇതിനെ കുറിച്ച്. ഞാൻ ഇപ്പം ഇത് തുറന്ന് ചുമ്മാണ് ഇങ്ങോട്ട് വരാനൊന്നും ഇരുന്നില്ല ഗൈസ്. നമുക്ക് അവിടെ എന്തരാണെന്ന് നോക്കാം. അവിടെ മറ്റേ ലിവറാറ്റം കിട്ടിയിരുന്നെങ്കിൽ മോനെ ഇഷ്ടമായിരുന്നേന്, പൊളിയായിരുന്നേന്, സൂപ്പറായിരുന്നു. ഒക്കെയാണ് ഈ പറയുന്നത്. ഈ ഗ്രാനിയുടെ ഗെയിം ഇത്രയും കൺഫ്യൂഷൻ ആൻഡ് വി ഡോണ്ട് ഗെറ്റ് എനിത്തിങ്. ദാറ്റ് ഈസ് ദ ഓൺലി ബിഗ് പ്രോബ്ലം ഗൈസ്. എന്ത് കഷ്ടമാണ് നമുക്കിത്. കാർക്കി എടുത്ത് നമുക്ക് ബോണറ്റ് പോലെ നോക്കാം, ഒന്നും കിട്ടാൻ പോണില്ല. ഒരു എസ്കേപ്പിൻ്റെ ഒരു സാധനം പോലും ആ ബോണറ്റിൽ നിന്ന് കിട്ടാൻ പോണില്ല. നിങ്ങൾ നോക്കിയോ ഗൈസ്, നിങ്ങളിപ്പം നോക്കി ഇതാണ്ട് ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ബേർഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുന്തറാണ്ടോ കിട്ടൂല ഗൈസ്, എനിക്ക് ഉറപ്പാണ്. യെസ് എനിക്ക് ഇത്രയും നാൾ ഞാൻ ഗ്രാനിയുടെ കളിച്ചതിൻ്റെ ഒരു ഇതിൽ എനിക്കൊന്നും കിട്ടാൻ പോണില്ല ഗൈസ്. വാട്ട് ദ ഹെൽ എന്നാ ഞാൻ പറയുള്ളൂ. നമുക്കൊന്നും കിട്ടൂല, നിങ്ങൾ നോക്കിയോ. ഞാൻ ഇപ്പോൾ ബേർഡിൻ്റെ അവിടെ പോയി നോക്കട്ടെ എന്തരാണെന്ന്. മാസ്റ്റർ കീ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു ഗൈസ്. മാസ്റ്റർ കീ അതെപ്പോഴും കിട്ടണേ. മാസ്റ്റർ കീ ഇതാണ്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ മാസ്റ്റർ കീ.
ഇത്രയേ ഉള്ളൂ. എനിക്ക് ഗ്രാനിയുടെ ഗെയിമിനെ കുറിച്ച് എല്ലാം അറിയാം. സിമ്പിൾ, നമുക്ക് ഗ്രാനി ഒന്നും തരൂല ഗൈസ്. ഇനിയുടെ ഹാമർ നമുക്ക് ഈ മാസ്റ്റർ കീ മാത്രം പോരെ, ഇവിടെ പാഡ്ലോക്ക് കീയും കൂടി വേണം. ഹാമർ നമ്മളെ ഉണ്ട്, പാഡ്ലോക്ക് കീ ഇല്ലല്ലോ. ദാറ്റ് ഈസ് ദ ഓൺലി പ്രോബ്ലം വി ഹാവ് റൈറ്റ് നൗ. നമ്പർ എത്രയാണ്? 1 ആണ്. നമ്മൾ നമ്പറും പോയി അടിച്ചു നോക്കാം. നമുക്ക് എന്തായാലും പാഡ്ലോക്ക് കീ അങ്ങനെ ഒന്നും കിട്ടൂല, ഉറപ്പാണ്. ഗ്രാനിയുടെ ഗെയിമിനെ കുറിച്ച് എത്രത്തോളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം എനിക്കറിയാം. ഒന്നും കിട്ടൂല, നിങ്ങൾ നോക്കിയത് ഉറപ്പാണ്. നമ്മൾ നേരെ ഇങ്ങോട്ട് പോകും, നേരെ ഇങ്ങോട്ട് പോട്ടെ. സ്പൈഡർ ഇവിടെ ഒന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു, നല്ലതായിരുന്നു. അവൻ്റെ ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. ലിഫ്റ്റ് പോട്ടെ, ലിഫ്റ്റ് പോട്ടെ. വാട്ടർമെലൻ്റെ സംതിങ് ഇതിൻ്റെ അകത്ത് കിട്ടാമോ എന്തെന്ന് അറിയാമോ? പ്ലേ ഹൗസ് കീ ഉറപ്പാണ്. പ്ലേ ഹൗസ് കീ നമ്മൾ കിട്ടാൻ പോണത് എനിക്ക് ഉറപ്പാണ്. പ്ലേ ഹൗസ് കീ അല്ലാതെ വേറെ ഒന്നും നമ്മൾക്ക് ഗ്രാനിയുടെ ഗെയിമിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകും. ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്നതാണ് പ്ലേ ഹൗസ് കീ. നിങ്ങൾ നോക്കിയോ, എൻ്റെ മാസ്റ്റർ മൈൻഡാണ്. എനിക്ക് ഇത്രയ്ക്കും ബുദ്ധിമുട്ടോ ഇല്ലയെന്ന് നോക്കാം ഗൈസ്. ഒന്നെങ്കിൽ പ്ലേ ഹൗസ് കീ, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും കീ, അങ്ങനെയായിരിക്കും. പാഡ്ലോക്ക് കീ കിട്ടൂലെന്ന് വെച്ചാൽ കിട്ടൂല ഗൈസ്, എനിക്ക് ഉറപ്പാണ് ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഈ ഗെയിമിനെ കുറിച്ച് എത്രത്തോളം എനിക്കറിയാം അത്രത്തോളം ഞാൻ പറയാണ് ഗൈസ്. ഏതൊക്കെയാണ് ഗൈസ്? ബ്രോ ഗൈസ്, the escape of this game guys. എന്ത് സത്യം പറയല്ല ഗൈസ്. ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. എനിക്ക് ഇത്രയും സന്തോഷം റിയലി ഗൈസ്. ബ്രോ എത്ര നാൾക്ക് ശേഷമാണ് ഗൈസ് ഈ ഗെയിം ഞാൻ ഇത്രയും നാളായിട്ട് ഒരാളും പോലും എസ്കേപ്പ് ആയിട്ടില്ല ഗൈസ്. എസ്കേപ്പ് ബ്രോ, വാട്ട് ദ ഹാക്ക് ബ്രോ. നമ്മളിനി ഹാമറും കൂടി എടുത്താൽ മതി, അത്രയേ ഉള്ളൂ നമ്മളെ പണി ഗൈസ്. മോനെ വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ. നമ്മൾ എസ്കേപ്പ് ആകാൻ പോവുകയാണ് ഗൈസ്. ഇത്രയും നാളത്തെ കാത്തിരിപ്പ്. നമ്മൾ ഈ ഹാമർ എടുക്കുന്നു. ഇത് പോണതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക ഗൈസ്? അതാണ് ഇപ്പം എനിക്ക് സംഭവിച്ചത്. ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും, ഞാൻ നേരെ അങ്ങോട്ട് പോകും, അത് തുറന്ന് എസ്കേപ്പ് ആവും. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗൈസ്. എന്നിട്ടാണ് ഗൈസ് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ മാസ്റ്റർ കീയുടെ എപ്പോൾ പോവുക, നമ്മൾ നാൾക്ക് ശേഷമാണ് ഈ ഗെയിം അങ്ങനെ എസ്കേപ്പ് ആയി ഗൈസ്. ബ്രോ വാട്ട് ദ ഹാക്ക് ബ്രോ, എസ്കേപ്പ് ഗൈസ്. ഓ മൈ ഗോഡ്, ഒരു ചെറിയൊരു ജംപ് സ്കെയർ ഇപ്പോൾ കിട്ടി ഗൈസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ കിട്ടി കമൻറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 1, 2, 3 എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഇനി ഏത് ഗെയിം കളിക്കുന്നു വെച്ചാൽ കമൻറ്റ് കിട്ടോ ഗൈസ്. പൊളിയായിട്ട് നമ്മൾ കളിച്ച് എസ്കേപ്പ് ആയി ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഗൈസ് സീ യു സൂൺ. 25 ലൈക്കാണ് നമ്മൾ നമ്മൾ വിചാരിക്കുന്നു 25 ലൈക്കിൻ്റെ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഏകദേശം 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റിൻ്റെ അകത്തൊട്ട് നമ്മൾ ഗ്രാനി ചാപ്റ്റർ
1 എസ്കേപ്പ് ആയി ഗൈസ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ച് പ്ലേ ഹൗസ് കീ കിട്ടുമെന്ന്, പക്ഷെ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. റൈഫിൾ ഗെയിമിംഗ് ആണ് നമ്മളെ ചാനലിൻ്റെ പേര്, മല്ലു റൈഫിൾ ഗെയിമിംഗ്. ഞാൻ റൈഫിൾ ഗെയിമിംഗ് എന്നാണ് ഷോർട്ട് ഫോമിൽ പറയണം, പക്ഷേ മല്ലു റൈഫിൾ ഗെയിമിംഗ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോ കഴിയുന്നു. പൊളി സന്തോഷം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമിനെ കുറിച്ച് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ സീ യു സൂൺ. ബൈ ബൈ ഗൈസ്.